ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു മണി പൗച്ച് ഉണ്ടാക്കിയാലോ ഈ ക്ലോത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ച് വീതിയിൽ അതുപോലെ തന്നെ 11 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്, ഒരു പീസ് ഓഫ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ലൈനിങ്ങും അതേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതേപോലെ 4 ഭാഗങ്ങളാക്കിയിട്ട് കിട്ടും രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ. പിന്നെ ഞാനതിൻ്റെ സിബ് വയ്ക്കാനുള്ള മുകളിലെ ഭാഗം, ആ 7 ഇഞ്ച് വന്ന ഭാഗം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനതിലേക്ക് സിബ് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്തെ സിബ്. 2 ഭാഗത്തും ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിബ്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്ത് 1 ഇഞ്ച് വീതിയിലും 1 ഇഞ്ച് നീളത്തിലും നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് അതൊന്ന് മുറിച്ച് മാറ്റണം. നമുക്ക് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ ആ ബോക്സ് ഇതേപോലെ പിടിച്ചിട്ട്, ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ പിടിച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമുക്ക്. ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് മറിച്ചിട്ടപ്പോൾ നമുക്ക് ഇങ്ങനെയായിട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു പൗച്ചാണിത്. നമുക്ക് നമ്മുടെ കോയിൻസൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയൊരു ചെറിയൊരു പൗച്ചാണിത്. ഞാൻ കുറച്ച് ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ. നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടമുള്ള വർക്ക്സൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാം. ഇതാണ് നമ്മുടെ പൗച്ചിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.